ഇപ്പൊ ജനങ്ങൾ അവർ ഏറ്റെടുത്ത് ഇന്ന് ഒരു കണക്ക് തീർക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ കൈവന്നിരിക്കുന്നത്. ഇന്ന് ജനം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ മാത്രമല്ല, ചുറ്റുവട്ടത്ത് മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ഇന്ന് കിട്ടുന്ന ഒരു സംഭവം. രാവിലെ തന്നെ അത്യാവശ്യം വോട്ടർമാര് എന്തോ തീരുമാനിപ്പിച്ച് ഉറപ്പിച്ചതുപോലെ വോട്ട് ചെയ്യാനായിട്ട് നല്ല ക്യൂണ്ട് എല്ലായിടത്തും. അപ്പോൾ പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ വാശിയേറിയ മത്സരം നടന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ് പുറത്തേക്ക് ഇറങ്ങി. താങ്കളുടെ പ്രതീക്ഷ എന്നല്ല പറയണം, താങ്കൾ എന്ത് പറയുന്നു? വോട്ടിൻ തുടങ്ങിക്കഴിഞ്ഞ സമയം മുതൽ എല്ലാ ബൂത്തിലും വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തോടെ ജനങ്ങൾ എത്തുമ്പോൾ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും കാണുന്ന ആ ഒരു ആവേശം. അത് 100% ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. ഒരു സംശയമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ പ്രവർത്തനങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ ഞങ്ങൾ ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ ഫീൽഡിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണാൻ സാധിക്കുന്നത് വലിയ ആവേശത്തോടു കൂടി ഞങ്ങളുടെ വനിതാ സ്ക്വാഡുകൾ അടക്കമുള്ള ആളുകളുടെ ആവേശം ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പൊ ജനങ്ങൾ അവർ ഏറ്റെടുത്ത് ഇന്ന് ഒരു കണക്ക് തീർക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ കൈവന്നിരിക്കുന്നത് ഇന്ന്. അതുകൊണ്ട് വലിയ ആവേശത്തിൽ എല്ലാ ബൂത്തിലും നല്ല രീതിയിലുള്ള വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ല ഭൂരിപക്ഷത്തിൽ നജീബ് ബാബുദ്ദീൻ വിജയിക്കാനുള്ള ഒരു തുടക്കമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നു. അതായത് UDF പ്രവർത്തകരും നേതാക്കളും പറഞ്ഞത് BJP ആയിട്ട് അലയൻസ് ആണ്, LDF തിരിച്ചു പറഞ്ഞു, അങ്ങനെയും പറഞ്ഞു. ഇപ്പൊ ജനങ്ങള് ഇതിൽ എന്താണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ട് അലയൻസ് മാത്രമേ ഉള്ളൂ. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധാരണക്കാരായ ജനങ്ങളുമായിട്ടുള്ള അലയൻസ് ആണ്, അല്ലാതെ വർഗീയ കക്ഷികളുമായിട്ട് ഒരു അലയൻസും ഐക്യനോട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീർച്ചയായും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിന്റെ പെരിന്തൽമണ്ണ തിളക്കമാർന്ന ഭൂരിപക്ഷത്തിൽ നജീബ് ബാബുദ്ദീൻ നിയമസഭയിൽ ഉണ്ടായിരിക്കും. ഈ മലബാർ മേഖലയിൽ അത്യാവശ്യം UDF അനുകൂലമായ ഒരു സംഭവമാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. അത് തെക്കൻ മധ്യ കേരളത്തിലേക്കൊക്കെ LDF അനുകൂലമായ രീതിയിൽ സർവേകളാണല്ലോ. അപ്പൊ ഞങ്ങളും ചാനൽ സർവേ ഒരുപാട് ആളുകളുടെ അഭിപ്രായമൊക്കെ എടുത്തു. ഓൺലൈൻ സർവേ അല്ല, ഞങ്ങൾ ജനങ്ങളോട് നേരിട്ട് ചോദിച്ചാണ്. അപ്പോൾ മലബാർ മേഖലയിൽ UDF അനുകൂലമായ രീതിയിലാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ രണ്ടും ഒരു കട്ടയ്ക്ക് മത്സരമൊന്നുമില്ല. അപ്പൊ താങ്കൾ KPCC ഭാരവാഹി നിലക്ക് കേരളത്തിൽ പൊതുവായ ഒരു ഇതെങ്ങനെ വരാം? മലബാർ മേഖലയിലല്ല, കേരളത്തിലുടനീളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർവേ ഒക്കെ നമുക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ സർവേയുടെ ഒക്കെ ഏതാണ് അതിന്റെയൊക്കെ ഒരു സത്യസന്ധത നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു കാരണവശാലും പെയ്ഡ് സർവേകളാണ് ഇതുവരെ നടന്നത്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളം തൂത്തുവാരും. ഈ മലപ്പുറത്ത് ഇപ്പൊ നേരത്തെ ഒരു UDF ഭാരവാഹി പറഞ്ഞത് ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് കിട്ടാത്ത രീതിയിൽ പൊന്നാനി ഉൾപ്പെടെ എല്ലാം മലപ്പുറത്ത് UDF അനുകൂലമാവും, വിജയിക്കുമെന്നാണ് പറഞ്ഞത്. 16-16 ഞങ്ങളുടെ ഇപ്രാവശ്യം മലപ്പുറം ജില്ലയിൽ 16-16 UDF ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ. ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങളതാ പറയുന്നത്, ഞങ്ങളുടെ തവനൂർ സീറ്റ് അടക്കമുള്ള സീറ്റുകൾ, പൊന്നാനി എല്ലാം ഞങ്ങൾ തൂത്തുവാരിത്തവണ. ഒരു മാറ്റമില്ല, ഒരു സംശയമില്ല. ഇപ്പൊ ഇവിടെ വോട്ടർമാരുടെയൊക്കെ ഈ ഒരുമിച്ചുള്ള ഈ വരവ് കാണുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ? തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് രാവിലെ മുതൽ വോട്ടിംഗ് തുടങ്ങിയ മുതലുള്ള അണപൊട്ടി ഒഴുകുന്ന ഒരു ജനങ്ങളുടെ ആവേശം, അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കഴിഞ്ഞ 10 വർഷത്തെ ആ കിരാത ഭരണത്തിന് അറുതി വരുത്താനുള്ള ഒരു അവസരമായി ജനങ്ങൾ അത് ഏറ്റെടുത്തു. അത് ഐക്യ ജനാധിപത്യത്തിന് അനുകൂലമായിരിക്കും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് എന്താ പറയുക വർഗീയമായ പ്രചാരണങ്ങൾ, ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഇത്തവണ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ പൊതുജനങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് ഇത്തരത്തെ തെരഞ്ഞെടുപ്പ്. വർഗീയമായ പലരുടെയും ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ആർക്കാവും ഗുണം ചെയ്യുക? ഞങ്ങൾ ഇത്തരം ആരോപണമൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൃത്യമായി ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ജനങ്ങളോട് ചെയ്ത ആ ഒരു ദുരിതം, അവർ ഉണ്ടാക്കി തീർത്ത ദുരിതത്തെ കുറിച്ച് ഞങ്ങൾ ആളുകളോട് പറഞ്ഞു. ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഞങ്ങൾ ഐക്യ ജനാധിപത്യമുള്ള പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അതിനുള്ള അംഗീകാരമാണ് ഇന്നത്തെ ഈ പോളിംഗ് ഞങ്ങൾക്ക് അനുകൂലമായി വരുന്നത്. വി ഡി സതീശൻ പറഞ്ഞ പോലെ എപ്പോഴും ഒരുപക്ഷെ ഒരു നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി മാധ്യമങ്ങളോട് 100ന്റെ മുകളിൽ ഉറപ്പാണെന്ന് പറയുന്നു. അതൊരു വലിയ ആത്മവിശ്വാസമാണ്. പ്രതിപക്ഷ നേതാവ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. 100-ലധികം സീറ്റുകളോടെ ഐക്യമുന്നണി അധികാരത്തിൽ വരും. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ അല്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ കേരളം എവിടെയും കണ്ടിട്ടുണ്ടോ? അത്രയും ആത്മവിശ്വാസം, അത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന അവരുടെ ആ ഒരു വിശ്വാസമാണ് ഇന്നത്തെ പോളിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ
പോളിംഗ് ശതമാനം വർദ്ധിക്കും. ആ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കൂടും, ഞങ്ങളെ സീറ്റുകൾ വർദ്ധിക്കും. 100% ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊരു സംശയമില്ല. അപ്പൊ UDF അധികാരത്തിൽ വരുമ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങളുടെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം കൂടി അവിടെ നിയമസഭയിൽ ജയിച്ചുണ്ടാകും. 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നജീബ് കാന്തപുരം ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടും. അത് ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു MLA ആയി അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ഇവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഇത്രയും പ്രതീക്ഷ അദ്ദേഹത്തിലുള്ളത്. ഏതായാലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വി ബാബുരാജ് 15,000-ന്റെ മുകളിലാണ് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും അദ്ദേഹം 15,000-ന്റെ മുകളിലാണ് പറയുന്നത്. ആത്മവിശ്വാസം എന്നതിനപ്പുറം ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കണക്കുകൂട്ടലിലാണ് കൃത്യമായി ഇങ്ങനെ പ്രവചിക്കാനും പറയാനും സാധിക്കുന്നത്. ഏതായാലും ജനം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാണ് വിധി എന്നുള്ളത് ഫലം വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങളുടെ പ്രതീക്ഷ പോലെ ഇപ്പോ എല്ലാ ബൂത്തുകളിലൊക്കെ നിങ്ങൾ സന്ദർശിക്കാൻ പോയായിരുന്നു? 244 ബൂത്തിലും ഞങ്ങൾ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങൾ സന്ദർശിച്ചു. അവിടുത്തെ പ്രവർത്തകരുടെ ആവേശം, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം കൃത്യമായി കണക്കുകൂട്ടിയുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂരിപക്ഷം പറയുന്നത്. ചരിത്ര വിജയം പെരിന്തൽമണ്ണയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും. അത് ഞങ്ങളുടെയൊക്കെ പ്രവർത്തകരുടെ ആവേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഓരോ ബൂത്തിൽ പോകുമ്പോഴും അവിടെ ഏലംകുളം പഞ്ചായത്ത്, പെരിന്തൽമണ്ണ നഗരസഭ അടക്കമുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്വീകരിച്ചു എന്നുള്ളൊരു തെളിവാണ് ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുണ്ടായ ഇവിടുത്തെ വിജയം. ചരിത്രത്തിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണം ഞങ്ങൾ പിടിച്ചെടുത്തു. ഏലംകുളം പഞ്ചായത്ത് EMSന്റെ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ആ ഒരു ആവേശം കഴിഞ്ഞ 6 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഐക്യമുന്നണി ഭരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആവേശം ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്, അതിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഐക്യമുന്നണിയുടെ കൈമുതൽ. ഏതായാലും UDFന് വലിയ പ്രതീക്ഷ എന്നല്ല, അവർക്ക് ജനങ്ങൾ തരുന്ന, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ്, അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഏതായാലും ഫലം വരുന്നവരെ കാത്തിരിക്കുമ്പോൾ ഫലം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ UDFന്റെ ആഘോഷത്തിനുള്ള അവസരമായി മാറുമോ അതോ LDFനാണോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.